പറയുകയാണ്, ആരെങ്കിലും എന്നെ വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളിയിലിട്ട് കളയും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തെന്നറിയാമോ? സ്തോത്രം. ദൈവത്തെ ആരാധിക്കാതെ രാജാവിനെ ആരാധിക്കാനുള്ള കൽപ്പന പുറപ്പെട്ടു. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയട്ടെ. നിന്റെ ഭവനത്തിൽ ദൈവിക ആരാധന വെളിപ്പെടണം. നിന്റെ സഭയിൽ ദൈവിക ആരാധന വെളിപ്പെടണം. നിന്റെ മക്കൾ ലോകത്തോട് ചേർന്ന് ആരാധിക്കുന്നവരല്ല, ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണം. അതിനെതിരെയുള്ള സകല നിയമങ്ങളും അതിനെതിരെ സകല കൽപ്പനകളും യേശുവിൻ നാമത്തിൽ ക്യാൻസലായി മാറും. സ്തോത്രം. രാജാവിന്റെ കൽപ്പന എന്തെന്നറിയാമോ? കാഹളം, കുഴൽ, തമ്പുരു തുടങ്ങിയ വീണ തുടങ്ങിയ സകല സാധനങ്ങളും വെച്ച് അവനെ ആരാധിക്കണമെന്ന്. എന്നാൽ ഇന്ന് പകൽക്കാലം സ്തോത്രം നമ്മൾ ഇതൊക്കെ വെച്ച് ദൈവത്തെ ആരാധിക്കാൻ പോകുക. ദൈവത്തെ ആരാധിക്കേണ്ട സ്ഥാനത്ത് ദൈവിക ആരാധനയെ മാറ്റിക്കളയുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആരാധന മടങ്ങി വരാൻ പോകുക. നിന്റെ ഭവനത്തിലോട്ട് മടങ്ങി വരാൻ പോകുക.